കെയ്ബിൾ ലംചാവോ ചലിക്കുന്ന ദേശീയോദ്യാനം വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ് കെയ്ബിൾ ലംചാവോ ദേശീയോദ്യാനം. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുംഡികൾ. എന്താണ് പുംഡികൾ? തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളെയാണ് പുംഡികൾ എന്ന് അറിയപ്പെടുന്നത്. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുംഡികൾ ചേർന്നതാണ് കെയ്ബിൾ ലംചാവോ ദേശീയോദ്യാനം. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണ് കെയ്ബിൾ ലംചാവോ ദേശീയോദ്യാനം. ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതം തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കും ഇടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം തീർക്കുന്നു. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വതച്ചരിവുകളിൽ സിവാലിക് മലയടിവാരങ്ങളിൽ മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. എന്നാൽ ഉയരം കൂടിയ പർവ്വതഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഉയർന്ന പർവ്വതഭാഗങ്ങളിൽ ലഡാക്ക് മേഖലയിൽ ധ്രുവസമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിൽ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭ്യമാക്കുന്നു. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാഞ്ചൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അതിനാൽ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. കൂടുതൽ SCRT വീഡിയോകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.